EDU വാലറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ 9th ചാപ്റ്റർ ഇൻ്റർനെറ്റ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈബർ സെക്യൂരിറ്റി. സൈബർ സെക്യൂരിറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊരു എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ വേറെ എക്സ്ട്രാ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുകയോ വേറെ ഗൈഡുകളൊന്നും തന്നെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് സൈബർ സെക്യൂരിറ്റി, ഒരു എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സൈബർ സെക്യൂരിറ്റി? പ്രൊട്ടക്റ്റിംഗ് കമ്പ്യൂട്ടർ ഡാറ്റ ആൻഡ് പ്രോഗ്രാംസ് ഫ്രം അൺഓതറൈസ്ഡ് ആക്സസ് ഓർ ഡിസ്ട്രക്ഷൻ. സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിനെയും ഡാറ്റയെയും കമ്പ്യൂട്ടറിലെ പ്രോഗ്രാംസിനൊക്കെ മറ്റുള്ള ഒരാളും ആക്സസ് ചെയ്യാതെ, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നും ആക്സസ് ചെയ്യാതെ, യാതൊരുവിധ ഡിസ്ട്രക്ഷനൊന്നും ഇല്ലാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എന്ത് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൈബർ അറ്റാക്സുകൾ ഒരുപാടുണ്ട്, പല തരത്തിലുള്ള സൈബർ അറ്റാക്സ് ഉണ്ട്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സൈബർ അറ്റാക്കാണ് ഫിഷിംഗ്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കുക വാട്ട് യു മീൻ ബൈ ഫിഷിംഗ്, ഒരു 1 മാർക്ക് ക്വസ്റ്റിനോ 2 മാർക്ക് ക്വസ്റ്റിനോ ആയിട്ടും സെപ്പറേറ്റ് ചോദിക്കാം. അപ്പോൾ ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ അറ്റംപ്റ്റ് ടു അക്വയർ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ് എക്സ്ട്രാ. അതായത് ഫിഷിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, യൂസർ നെയിമോ പാസ്വേഡോ അത്തരത്തിലുള്ള എന്തെങ്കിലും ലോഗിൻ ID, അത്തരത്തിലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അക്വയർ ചെയ്യുക, അത് കളക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അറ്റാക്കാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഷോർട്ട് നിങ്ങൾ ഇത് മാത്രം എഴുതിയാൽ മതി. ഇറ്റ്സ് എൻ അറ്റംപ്റ്റ് ടു അക്വയർ സെൻസിറ്റീവ് ഇൻഫോർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ് എക്സെട്ര. രണ്ടാമത്തെ ടൈപ്പ് സൈബർ അറ്റാക്കാണ് സ്പൂഫിംഗ്. സ്പൂഫിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രൊവൈഡിങ് ഫോൾസ് ഇൻഫോർമേഷൻ അബൌട്ട് യുവർ ഐഡൻറ്റിറ്റി. ഓരോ ആൾക്കാരുടെയും ഐഡൻറ്റിറ്റിയെ കുറിച്ചിട്ടുള്ള തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്പൂഫിംഗ് എന്ന് പറയുന്ന ഒരു അറ്റാക്ക്. മൂന്നാമത്തെ ടൈപ്പാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അറ്റാക്കർ ഇൻ്റർസെപ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ. മൂന്നാമത്തെ ടൈപ്പ് അറ്റാക്കാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കർ ഇൻ്റർസെപ്റ്റ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 യൂസേഴ്സ് ടു ആക്സസ് പ്രൈവറ്റ് ഇൻഫോർമേഷൻ. അതായത് 2 പേര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ ഇടയിൽ കയറുക, ഇൻ്റർസെപ്റ്റ് ചെയ്യുക. അപ്പോൾ അറ്റാക്കർ എന്ത് ചെയ്യുന്നു, ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു ആരെ, ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ 2 യൂസേഴ്സ്. 2 പ്രൈവറ്റിലായിട്ടുള്ള യൂസേഴ്സുകളിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അതിനിടയിൽ കയറുന്നതാണ് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്നുള്ളൊരു ടേം നിങ്ങൾ അറിഞ്ഞു വെക്കുക കേട്ടോ. നാലാമത്തെ ടൈപ്പാണ് ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്. DOS എന്നാണ് നമ്മൾ പറയുക, DOS, ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചിലപ്പോൾ സെപ്പറേറ്റ് ചോദിക്കും, വാട്ട് യു മീൻ ബൈ ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്, DOS അറ്റാക്ക് എന്താണെന്ന് ചോദിക്കും. ഇറ്റ് പ്രിവെൻറ്റ് യൂസർ ഫ്രം ആക്സസിങ് സർവീസസ് ഓർ ഇൻഫോർമേഷൻ. എന്താണ് ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക്? ഒരാളെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സർവീസ്, നമ്മൾ എന്തെങ്കിലും ഒരു വെബ് പേജ് നോക്കുന്നുണ്ട്, ഒരു സൈറ്റ് നോക്കുന്നുണ്ട്, റിസൾട്ട് അറിയാൻ നമ്മളൊരു സൈറ്റ് നോക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സൈറ്റോ അല്ലെങ്കിൽ ഒരു സർവീസ് അതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുക, പ്രിവെൻറ്റ് ചെയ്യുക. നമുക്ക് ആ സർവീസ് ലഭിക്കാതെ അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ കിട്ടുന്നതിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുക. അതായത് പലതരത്തിൽ അവരത് ചെയ്യും. ഒന്നുകിൽ ഫ്ലഡിങ്ങോ ക്രാഷിങ്ങോ ഒക്കെ വഴിയാണ് ചെയ്യുക. ആ ഒരു പർട്ടിക്കുലർ സൈറ്റിനെ അവർ ഫ്ലഡ് ആക്കും. അതായത് ആവശ്യമില്ലാത്ത കുറേ ട്രാഫിക് അവരതിലോട്ട് അയക്കും. അതാണ് ഫ്ലഡിങ് എന്ന് പറയുന്നത്. ക്രാഷിംഗ് എന്ന് പറഞ്ഞാൽ ആ സൈറ്റിനെ ഒരു കംപ്ലീറ്റ് ക്രാഷ് ആക്കി മാറ്റുക. അങ്ങനെയൊക്കെ നമുക്ക് ആ സൈറ്റ് പിന്നെ കിട്ടാതെയാവും. അതായത് ഹാങ് ആയിട്ട് മാറുന്നതൊക്കെ ഈ ഒരു അറ്റാക്കിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ സച്ച് ഇൻഫെക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആർ കോൾഡ് സോംബീസ്. ഇങ്ങനെ നമ്മൾ ഒരു അറ്റാക്കർ ഇതുപോലെ ഒരു കമ്പ്യൂട്ടറിനെ ഇതുപോലെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കമ്പ്യൂട്ടറിനെ, ആ ഒരു നാശമായിട്ടുള്ള കമ്പ്യൂട്ടർ നമ്മൾ പറയുന്ന പേരാണ് സോംബീസ് എന്ന് പറയുന്നത്. ഫ്ലഡിങ്ങും ക്രാഷിങ്ങും വഴിയാണ് അവർ ഈ ഒരു ടൈപ്പ് ഡീനിയൽ ഓഫ് സർവീസ് അറ്റാക്ക് നടത്തുന്നത്. ഓക്കെ, അഞ്ചാമത്തേതാണ് കമ്പ്യൂട്ടർ വൈറസ്. ഇത് വളരെ നമുക്ക് ബേസിക് ആയിട്ടൊക്കെ അറിയുന്നതാണ്. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഗ്രാം ദാറ്റ് അറ്റാച്ചസ് ഇറ്റ് സെൽഫ് ടു അനദർ പ്രോഗ്രാം ഓർ ഫയൽ സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അത് സ്വയം മറ്റൊരു പ്രോഗ്രാമിലോട്ട് അറ്റാച്ച് ആവും. അതുപോലെ തന്നെ ഇറ്റ് സ്പ്രെഡ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. അതായത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടർ ഈസിലി സ്വയം സ്പ്രെഡ് ആവും. അതാണ് കമ്പ്യൂട്ടർ വൈറസ് എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു, ഇറ്റ് എഫക്റ്റിംഗ് ദ കമ്പ്യൂട്ടർ ത്രൂ ഡിലീറ്റിംഗ് ദ ഡാറ്റ. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പേഴ്സണായിട്ടുള്ള ഡാറ്റ അല്ലെങ്കിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസിനൊക്കെ അത് ഡിലീറ്റ് ചെയ്യും ആ ഒരു വൈറസ്. റിപ്ലിക്കേഷൻ ഓഫ് ഫയൽസ്, ചില ഫയൽസുകൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടും, ഡാമേജ് ആവും. അപ്പോൾ ഇത്തരത്തിലുള്ള 2 കാര്യങ്ങളാണ് കമ്പ്യൂട്ടർ വൈറസ് ചെയ്യുന്നത്. ആറാമത്തെ ടൈപ്പ് ഒരു അറ്റാക്കാണ് വോംസ്.
വൈറസ്. ഇറ്റ് ഈസ് എ മലീഷ്യസ് സോഫ്റ്റ്വെയർ ദാറ്റ് റിപ്ലിക്കേറ്റ്സ് ഇറ്റ്സെൽഫ് ഫ്രം വൺ കമ്പ്യൂട്ടർ ടു അനദർ. അതായത് കമ്പ്യൂട്ടർ വൈറസ് പോലെ തന്നെയാണ് വോം എന്ന് പറയുന്നത്. അതൊരു മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അതായത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മൾ ഉപദ്രവകാരിയായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. അത് ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, റെപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ആവുന്നുണ്ട്. ഒരു കോപ്പി പോലെ മറ്റൊരു കമ്പ്യൂട്ടറിലോട്ട് പോകും. ഇതെന്താണ് ചെയ്യുന്നത്? ഇറ്റ് സ്ലോ ഡൗൺ ആ കമ്പ്യൂട്ടറിനെ. അതായത് ഒരു വോം അറ്റാക്ക് ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ എന്താണ്, സ്ലോ ആയിട്ട് മാറും. അതായത് നമുക്ക് ഫാസ്റ്റ് ആവാതെ കമ്പ്യൂട്ടർ ഹാങ് ആവാനും സ്ലോ ഡൗൺ ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പേഴ്സണൽ ആയിട്ടുള്ള ഫയൽസിനൊക്കെ അത് ബാധിക്കും. കറപ്റ്റ് ദ ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയൽസിനെ ഡാമേജ് ആക്കാനും അതിലെന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ വരാനൊക്കെ ഉള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇതാണ് 6ാമത്തെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്, വോം. അടുത്തതാണ് ട്രോജൻ ഹോഴ്സ്. 7ാമത്തെ അറ്റാക്കാണ് ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ലൈക്ക് എ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ബട്ട് ഡാമേജസ് വൺ ഇൻസ്റ്റാൾ. ദ ഡു നോട്ട് റിപ്ലിക്കേറ്റ് ഇറ്റ് സെൽഫ്. ട്രോജൻ ഹോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് തോന്നും അതൊരു യൂസ്ഫുൾ സോഫ്റ്റ്വെയർ ആണെന്ന്. പക്ഷേ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ, നമ്മുടെ കമ്പ്യൂട്ടറിന് അത് ഡാമേജ് ആക്കും. പക്ഷെ ഇതൊരിക്കലും സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യില്ല. സ്വയം അത് ഒരെണ്ണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് പടരില്ല, അല്ലെങ്കിൽ സ്പ്രെഡ് ആവില്ല. നമ്മളിപ്പോൾ പറഞ്ഞ വൈറസോ വോംസോ ഒന്നും പോലെ തന്നെ അത് അങ്ങനെ ആവില്ല. ട്രോജൻ ഹോഴ്സ് എന്താണ്, യൂസ്ഫുൾ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അതെന്താണ്, ഡാമേജ് ആക്കുന്ന ഒന്നാണ് ട്രോജൻ ഹോഴ്സ്. 8ാമത്താണ് സ്പാം എന്ന് പറയുന്നത്. നമുക്ക് കേട്ട് പരിചയമുള്ള ഒന്നാണ് സ്പാം എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഇമെയിൽ. അതൊരു ഇമെയിലാണ്. നമുക്കിപ്പോൾ മെയിലായിട്ടൊക്കെ വരും, അതായത് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വരുന്ന ഒരു പെർട്ടിക്കുലർ മെയിലാണ്. നമുക്ക് യൂസ്ഫുൾ അല്ലാത്ത പെർട്ടിക്കുലർ ഇമെയിലാണ് സ്പാം എന്ന് പറയുന്നത്. ജങ്ക് മെയിലുകളാണ് സ്പാം എന്ന് പറയുന്നത്. അവസാനത്തെ ഒരു അറ്റാക്കാണ്, സെക്കൻഡ് ലാസ്റ്റ് അറ്റാക്കാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു ടേമാണ് ഹാക്കിംഗ്, അല്ലേ? അതിൽ ഹാക്കർ എന്താണെന്നാണ് കുറച്ച് ടേംസ് നമ്മൾ നോക്കുന്നുണ്ട്. ഹാക്കർ, വൈറ്റ് ഹാറ്റ്സ്, ബ്ലാക്ക് ഹാറ്റ്സ്, ഗ്രേ ഹാറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട്. ഹാക്കർ എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു എക്സ്പ്ലോയിറ്റ്സ് ദ വീക്ക്നെസ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൻ്റെ വീക്ക്നെസ് എന്താണെന്ന് കണ്ടുപിടിക്കുന്ന, അല്ലെങ്കിൽ അത് ഡിസ്കവർ ചെയ്യുന്ന ഒരാളാണ് ഹാക്കർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ സിസ്റ്റത്തിനെ ഹാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിസ്റ്റത്തിനെ കംപ്ലീറ്റ് കൺട്രോൾ ആക്കി മാറ്റുന്നു. ഓക്കെ, അതാണ് ഹാക്കർ. അത് നമുക്ക് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഹാക്കറുകളുണ്ട്. വൈറ്റ് ഹാറ്റ്സ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ്സ് ഉണ്ട്, ഗ്രേ ഹാറ്റ്സ് ഉണ്ട്. ഇതിൽ വൈറ്റ് ഹാറ്റ്സ് എന്ന് പറയുന്നത് പെർഫോം ഹാക്കിംഗ് ടു ടെസ്റ്റ് സെക്യൂരിറ്റി. നമ്മൾ ബാങ്കുകളിലൊക്കെ ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ഒരു സെർവർ സെക്യൂർഡ് അല്ലേ എന്ന് നമുക്ക് നോക്കാനായിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന ആളാണ് വൈറ്റ് ഹാറ്റ്സ്. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഹാക്ക് ചെയ്യും. ഓക്കെ, ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ കമ്പ്യൂട്ടർ ക്രിമിനൽസ് ഹു ബ്രേക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ ബ്രേക്ക് ചെയ്ത് ക്രിമിനൽസ്, അതായത് നമുക്ക് യൂസ്ഫുൾ അല്ല, അവർ അതിൽ കൂടെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഹാക്ക് ചെയ്യും. അതാണ് അത്തരത്തിലുള്ള ക്രിമിനൽസ് ആണ് ബ്ലാക്ക് ഹാറ്റ്സ് എന്ന് പറയുന്നത്. ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ തന്നെ അവർ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. അപ്പോൾ എന്താണ് ബ്ലാക്ക് ഹാറ്റ്സ്? ദേ സ്റ്റീൽ ഇമ്പോർട്ടൻറ്റ് ഡാറ്റ. നമ്മുടെ സിസ്റ്റത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസും ഫയൽസൊക്കെ അവർ സ്റ്റീൽ ചെയ്യും, മോഷ്ടിക്കും, അല്ലെങ്കിൽ അവർ ഡിസ്ട്രോയ് ചെയ്ത് മാറ്റും. അതാണ് ബ്ലാക്ക് ഹാറ്റ്സ്. ഒരിക്കലും നമുക്ക് യൂസ്ഫുൾ അല്ല. ഓക്കെ, അതാണ് വൈറ്റ് ഹാറ്റ്സും ബ്ലാക്ക് ഹാറ്റ്സും. ഇനി ആ ഒരു നമ്മൾ പറഞ്ഞല്ലോ വൈറ്റ് ഹാറ്റ്സ്, അതായത് യൂസ്ഫുൾ ആയിട്ട് ബാങ്കുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വൈറ്റ് ഹാറ്റ്സ്. അതായത് സെക്യൂർഡ് അല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്തരം ഹാക്കിംഗ് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് എന്നാണ് പറയുക. ആ ഒരു ടേം മനസ്സിലാക്കി വയ്ക്കുക, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കും കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ വരുന്ന ഒന്നാണ് ഗ്രേ ഹാറ്റ്സ്, അതായത് ഫോൾ ബിറ്റ്വീൻ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഹാക്കേഴ്സ്. വൈറ്റ് ഹാക്കേഴ്സിൻ്റെയും ബ്ലാക്ക് ഹാക്കേഴ്സിൻ്റെയും ഇടയിൽ വരുന്ന ഒരു കാറ്റഗറിയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള, അതായത് അറ്റാക്കുകൾ. 9 അറ്റാക്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങളെല്ലാവരും ഈ ഒരു പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വലിയ പാരഗ്രാഫുകളൊന്നും പഠിച്ചു വെക്കേണ്ട. ഇത്തരത്തിൽ ഷോർട്ടായിട്ട് ചില കീവേഡുകൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് കൺസെപ്റ്റ് മനസ്സിലായത് തന്നെ നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തിയറി പോർഷനാണ്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.